ഇപ്പോൾ ഡോക്ടർ വിവേക് മാനസിക രോഗ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം സൈക്കോട്രോപിക് മരുന്നുകളും മെഡിക്കൽ സ്റ്റോറിൽ യഥേഷ്ടം വിൽപ്പന നടത്തുന്നു. ആർക്ക് വേണമെങ്കിലും പോയി ഇതൊക്കെ വാങ്ങാമെന്നുള്ളതാണ്. ഇത് എത്രമാത്രം ഗൗരവകരമാണ്? ഇത്തരം മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളൊക്കെ ഇല്ലേ? നമസ്കാരം, ഞാൻ ഡോക്ടർ യു വിവേക്, സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പല മരുന്നുകളും നമ്മൾ എഴുതുമ്പോൾ പല സമയത്തും കിട്ടാറില്ല, ചില സമയത്ത് കിട്ടാറുമുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസിനെയൊക്കെ ചിലപ്പോൾ ഇവർ ദുരുപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് എഴുതുക, അല്ലെങ്കിൽ 2 ആഴ്ചക്ക് കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടും പേഷ്യൻസ് കൊടുക്കുമ്പോൾ അത് പിന്നെയും അത് ഡിസ്പെൻസ് ചെയ്യുക. പിന്നെ ചില സമയത്ത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെ അതിൻ്റെ ഒരു ഫേക്ക് കോപ്പി വെച്ചിട്ട് എൻ്റെ പല പേഷ്യൻസിന്റെ എൻ്റെ പല പ്രിസ്ക്രിപ്ഷൻസും ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിൽ ഞാൻ എഴുതാത്ത ചില മരുന്നുകൾ വെച്ചിട്ട് പല കടകളിലും നിന്ന് മരുന്നുകൾ വാങ്ങിക്കുന്ന നമ്മളൊരു പ്രവണത കണ്ടിട്ടുണ്ട്. ഒരു തവണ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലും വന്നിട്ട് എൻ്റെ ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ വെച്ച് മരുന്ന് വാങ്ങിക്കാൻ നോക്കി. അപ്പോൾ പല കടകളും, എല്ലാ കടകളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചില കടകൾ ഇങ്ങോട്ട് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു മരുന്ന് എഴുതിയിട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടോ, ഇത്രയും മാസങ്ങൾ എഴുതിയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് പിടിക്കാൻ പറ്റും. പക്ഷെ ഒരു 10 എണ്ണം ഇങ്ങനെ പോകുമ്പോൾ ഒരു തവണയായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ വിളിച്ച് ചോദിക്കുള്ളൂ, കൺഫേം ചെയ്യുള്ളൂ. അങ്ങനെ ഇത് ദുരുപയോഗിക്കുന്നത്. ഈ മരുന്നുകളൊക്കെ ഇതിനൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അസുഖം നന്നായിട്ട് കൺട്രോൾ ആവും. പക്ഷേ ഇത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഈ നൈട്രസപ്പാം എന്ന് പറഞ്ഞ ചില മരുന്നുകളുണ്ട്, നൈട്രസപ്പാം, ഡയസപ്പാം, ഉറക്ക ഗുളികയാണ്. അത് ഉറക്കത്തിന് ആവശ്യമുള്ള, ഉറക്കക്കുറവുള്ളവർക്ക് നല്ലതാണ്. പക്ഷെ അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട് 5ഉം 8ഉം 10ഉം 20 എണ്ണൊക്കെ ഒരു ദിവസം കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ കരള്, അതേപോലെ പല മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ ഗുരുതരാവാം. ഇതും വേറെ പല ഡ്രഗ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും പറയാറുള്ള നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഓണർ ചെയ്യണം. പ്ലസ് ആ ഒരു കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ അത് പരമാവധി കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ആ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുക. ആൻഡ് കൺഫേം ചെയ്തിട്ട് മാത്രം കൊടുക്കുക. ചില പേഷ്യൻസ് ഉണ്ട് വർഷങ്ങളോളം ഈ മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഡ്രഗ് കൺട്രോളറും ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ ഷെഡ്യൂൾ എക്സിൽ വരുന്ന മരുന്നുകൾ ഒരു സ്പെഷ്യൽ രജിസ്റ്റർ വെക്കണം, അത് ഓവർ ഡിസ്പെൻസ് ചെയ്യരുത്, പ്രിസ്ക്രിപ്ഷൻ സൈനും സീലും വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിക്കാൻ പറ്റും. ശരി ഡോക്ടർ വിവേക്, വളരെയധികം നന്ദി ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്.